പലതവണ ചീഫ് മിനിസ്റ്റർ വിചാരിച്ചിട്ട് ഇവിടെ നടന്നില്ല. ഉം. അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം പിണറായി വിജയൻ സാറിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി സാറിൻ്റെ ആണെങ്കിൽ, ഇവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർ പറയുമ്പോഴത്തേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു പടി താഴെ ഇറങ്ങി സെക്രട്ടേറിയറ്റിലോട്ട് വരുമ്പം അവിടെ കിടക്കും. കാരണം അവർക്ക് ഒരു പ്രയോജനമില്ല. ഇതിങ്ങനെ ഒരെണ്ണം വന്നുകൊണ്ട് അവർക്ക് പേഴ്സണലായിട്ട് ഒരു പ്രയോജനമില്ല. അവിടെ കിടക്കും. ബിനാലേക്ക് എന്താ പറ്റിയത്? ഇപ്പം വായിച്ചില്ല പേപ്പറിലൊക്കെ, റിസൈൻ ചെയ്ത് 11.5 കോടി കൊടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ബ്യൂറോക്രസിയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മുമ്പോട്ടുള്ള യാത്ര പ്രയാസമായിരിക്കും. അതൊരു ഭയങ്കര ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ബിനാലെ പലർക്കും. പക്ഷേ എൻ്റെ റിസൾട്ട് എന്താണ്? ഹി ഹാഡ് ടു ക്വിറ്റ് വിത്ത് പെയിൻ, അല്ലേ? അതെ. അതിനെന്തെങ്കിലും ചെയ്യണം. നമ്മൾ ചീഫ് മിനിസ്റ്റർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 30 days ദിസ് ഷുഡ് ബി ഡൺ. അത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഫീസർ ഇതാണ് കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫൈൻ ചെയ്താൽ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇപ്പോൾ ഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെ യൂണിയനാണ്, അവരുടെ വോട്ട് വേണം.